ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. തന്റെ മുഖത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. മാറിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു പോകണമേ. എന്തെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകുക. കർത്താവിൽ നമ്മുടെ മകനായ ജസ്റ്റിൻ ജോസഫ് ഈ നിൽക്കുന്ന ജെബി പി ജോണിനെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിയമത്തിനും അനുസരിച്ച് വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സാക്ഷികൾ കേട്ടല്ലോ. കർത്താവിൽ നമ്മുടെ മകളായ ജെബി പി ജോൺ ഈ നിൽക്കുന്ന ജസ്റ്റിൻ ജോസഫിനെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിയമത്തിനും അനുസരിച്ച് വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സാക്ഷികൾ കേട്ടല്ലോ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളും എന്നേക്കും മാറാകണമേ. ദൈവമായ കർത്താവേ നീ മുഖാന്തരവും നിന്നോടുകൂടെയും ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന് പൂർത്തീകരണവും ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സൗഭാഗ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈ മണവാളൻ പൂർണ്ണനും ഈ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്നോടും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ അക്ഷയ സൗഭാഗ്യങ്ങളിൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ സംഘങ്ങളിലും നിന്റെ വാത്സല്യ ഭാചനങ്ങളുടെ ഗണങ്ങളിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും അർപ്പിക്കുമാറാകണമേ. മുറൻ വലുഹോൽമേ. രക്ഷകനേ വൈദികർ തിരുനാമത്തിൽ നൽകിയിടും മോതിരഭൂഷകളെ സദയം വാഴ്ത്തുക തൃക്കയ്യാൽ. മോതിരമേകി തിരുസഭയെ മിശിഹാ വധുവാക്കി പരിപാലിക്കുക
പാവനത്തനൊരു തിരങ്ങൾ കൈക്കൊണ്ടാടവളും മോതിരമതിനാൽ വധമുക്തി താമാർ നേടിയപ്പോൾ പാപവിമോചനമടിയാരും പ്രാപിച്ചിടട്ടെ. ബാർക്കുമോ ശുഭഹോലാബോലബ്രോവൽ റൂഹോ കാദീശോ. മൂലം വാദാവിൽ മൂലം വൽമീനാമേ മാനവരൊപ്പം മാനവരും വാഴ്ത്തി പാടിടും താതാത്മചരുക്കുദിശായ ത്രിത്വം ആരാധ്യം. ഉറിയുറാക്കിൻ പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ, സ്വർഗത്തെയും ഭൂമിയും ഉയരത്തെയും ആഴത്തെയും അനുരഞ്ജിപ്പിച്ച നിന്റെ സമാധാനം അന്യോന്യം സമർപ്പിതരായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കണമേ. ഇവർ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുവാനും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇവർക്ക് നീ ഹൃദയ ഐക്യം നൽകണമേ. മൊറൻ മലോഹാലോൽമീ. മനമേ സത്വജനമുതിർത്തിടുക ഹല്ലേലൂയ. വിവരിക്കോ നിൻ കൃപനോടെൻ കൃതികൾ യോദ്ധാവേ നിൻ ബഹുമതിയാം ഹല്ലേലൂയ. ആരയിൽ ധരിക്കൂ നിൻ മഹിമ ജയിക്കും. ബാർക്കുമോ മൂലം വാദാമേവോലം ഉൾവീനാമേ ഉപമകളാ ശ്രീബോൻ സ്വന്താദേവം ചാരുമുഖി പാരം നീ സാഹിക്കും നിൻ പ്രിയദേവൻ. ഇന്നാഥൻ 10,000 പൂങ്കാവാണിസറായേ ശുഭ്രൻ യാക്കോബിൻ ലതയിൽ ചൂടൻ നർത്തി തൈലത്തിൽ പ്രബലൻ ലബനോൻ കാരകിലിൽ പാർത്തിടുകിൽ ദൈവസമൻ ഉന്നതനാമിവനെ നാം വാഴ്ത്തിയിടുന്നു. സ്തോമൻ കാലോ ബാറിക്കുമോർ അനുഗ്രഹങ്ങളുറവയായ ദൈവമേ, നിന്റെ സൃഷ്ടിയെ നീ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കി കരുണാപൂർവം സഹായിക്കുകയും അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ സ്വീകരിക്കുകയും ചെയ്തു. നീ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിനുപരിസ്ഥനും അതീതനും സദാ നന്മകളിൽ സമൃദ്ധനും തിന്മകളിൽ നിന്ന് വിദൂരസ്ഥനുമാകുന്നു. നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധം നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളം കൊണ്ട് ദയവോടെ അവിടെ നിറയ്ക്കുകയും ചെയ്തു. മഹത്വത്തിൻ്റെ നിലയങ്ക് നീ അവളെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അവൾക്ക് നീ വിവാഹ നിശ്ചയം ചെയ്ത് അവളെ നിന്റെ മണവാട്ടിയാക്കി തീർത്തു. ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ നീ ചവിട്ടി. നിന്റെ തിരുശരീരവും തിരുരക്തവും അവൾക്ക് നീ മോതിരമായി കൊടുക്കുകയും നിന്റെ സന്തോഷരശ്മിയാൽ അവളെ പ്രശോഭിപ്പിക്കുകയും ചെയ്തു. ദൈവിക ദാനത്താൽ അവളെ നിന്നോടുകൂടെ വസിപ്പിച്ച് വിശുദ്ധ സ്ലീഹന്മാർ മുഖേന പരിപൂർണയാക്കി. സ്ത്രീ പുരുഷന്മാരുടെ വിവാഹ നിശ്ചയം മോതിരത്തിൽ കൂടെ നിവൃത്തിയാകണമെന്നും വിവാഹ നിശ്ചയം ചെയ്തവരുടെ ആനന്ദം മോതിരത്തിൽ കൂടെ
പൂർണ്ണമാകണമെന്നും നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ സന്തോഷപൂർവം നീ അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ കരുണാപൂർവം വാഴ്ത്തി ഇവരുടെ ബന്ധത്തെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ വാഴ്ത്തി പ്രകാരം ദൈവികാശ്വസികളാൽ ഈ മോതിരങ്ങളെ വാഴ്ത്തണമേ. ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനത്തിൽ പരിപൂർണരായി തീരണമേ. ഇവർ നിന്റെ അനുഗ്രഹം പ്രാപിച്ച് നിന്നെ പ്രകീർത്തിക്കുകയും തിരുമുൻപാകെ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബാറയ്ക്കുമോ ഹോശോ വബുക്കുൽ സുബാൻ ലോൽ മീൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. പതിവ്രതയ പരിപാവന സഭയെ വാനോകാന്തൻ വരണം ചെയ്തു. പവനാധിപനായി ശീമോനെ സുവിശേഷം യോഹന്നാനെ പരമേൽപ്പിച്ചാൽ വിലയേറും രക്തത്താലെ വാങ്ങിയൊരാ സഭയെ അവസം രക്ഷിച്ചിടാൻ ബാരക്കുമോ. ശുഭഹോല ബോല ബുറോവൻ റൂഹോ കാദീശോ. എന്നുപോലും വാദാമിൽപോലും ഉൾമീനാമേ. വിശ്വസ്തേ സഭയെ നിന്നുള്ളിൽ ഭയക്ലേശങ്ങൾ ലേശം വേണ്ട. എന്നിൽ നീ പതിവ്രതയായതിനാൽ നിന്നെ ഞാനും കൈവിടുകില്ല. ലോകത്തിനവസാനത്തിൽ ആരും വാനുമഴിഞ്ഞാലും വാഴും നീയാവത്തന്റെ നാഥാ മജരൂഹാസദനെ തവ പീഠം ഹാ സജ്ജിതമല്ലോ. കാരുണ്യത്താലും ബഹുലവും സനാതനവുമായ കൃപയാലും ഈ മോതിരങ്ങൾ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ സഭയുടെ മക്കളുടെ സന്തോഷപൂർത്തിക്കായി ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. ജീവനുള്ള പിതാവിന്റെ നാമത്തിലും ജീവനുള്ള പുത്രന്റെ നാമത്തിലും ജീവനുള്ള പരിശുദ്ധയുടെ തിരുനാമത്തിലും നമ്മുടെ കർത്താവായ യേശു മിശിഹാ നിന്റെ വലത്ത് കൈ കരുണാപൂർവം നിങ്ങളിലേക്ക് നീട്ടട്ടെ. നിന്റെ വിവാഹ ഉടമ്പടിയുടെ ഈ മോതിരത്തോടൊപ്പം കാരുണ്യവാനായ അവന്റെ കൃപയും അനുഗ്രഹവും നീ പ്രാപിക്കട്ടെ. നന്മകൾ നിറഞ്ഞതും വാഴ്വുകൾ നൽകുന്നതുമായ വലത്ത് കൈ എന്നോടുകൂടിയായിരിക്കുകയും ആയുഷ്കാലം മുഴുവൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹാതന്റെ അനുഗ്രഹപൂർണമായ വലത്ത് അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടട്ടെ. വിശുദ്ധ ശ്രീയന്മാരിൽ നിന്ന് പ്രകാരം വിശുദ്ധ ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് നിന്റെ വിവാഹ ഉടമ്പടിയുടെ മോതിരം നീ സ്വീകരിക്കുക. ആത്മശരീരങ്ങളുടെ ആരോഗ്യത്തോടും ഹൃദയ സന്തോഷത്തോടും കൂടെ നമ്മുടെ കർത്താവിനും അവൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും നീ സ്തുതി അർപ്പിക്കണം.
വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ അഭിഷിക്തൻ വഴി പൂർത്തീകരിച്ച ദൈവം അന്യോന്യം വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഈ മക്കളെ സത്യത്തിലും നീതിയിലും പൂർണ്ണരാക്കട്ടെ. തങ്ങൾ സ്വീകരിച്ച മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർ പ്രാപിക്കട്ടെ. കർത്താവ് സകല കപട സ്നേഹവും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാഗ്നിയാൽ ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. ലില്ലിപുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയിൽ തങ്ങളുടെ മനസാക്ഷിയെ നയിക്കുവാൻ ഇവർക്കിടയാകട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല പാതയെ നശിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെ റബേക്കായുടെയും വിവാഹ നിശ്ചയം സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരുടെ ഉടമ്പടിയെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണമാക്കട്ടെ. മണവാളനെ തൻ്റെ വീണ്ടെടുപ്പ് വഴി ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ അക്ഷയമായ മനോഹര ഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് എന്നതിലധികമായി വിശുദ്ധിയുടെ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും സഹവാസവും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ സംസ്കരണത്തിന് ഉതകുവാൻ ദൈവമായ കർത്താവിടെയാകട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് തൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹസമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സന്തോഷകാലങ്ങളെയും നൽകണമേ. സുഹൃതങ്ങളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തുകയും ഇവരുടെ സന്താനങ്ങൾക്ക് അത് അവകാശമായി കൊടുക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. സഭയാം തിരുസഭയാം അത്യുന്നതനുടെ മണവാട്ടി പാവന സഭ ചൊല്ലിടുന്നു ഇൻവരനീവൻ ഞാൻ ധന്യ. വിവാഹം ചെയ്തോനെ ഞാനിത വന്നിച്ചിടുന്നു. ഇന്നി മാമോദീസായാൽ ആത്മീയായുധമണിയേച്ചാൻ വിരലിന്മേൽ മൈലത്തങ്ങൾ മോതിരമായൻ പേർക്കേകി. കുരിശിൽ ഞാൻ മരണം ചെയ്ത സുമുഖി സ്വാഗതമോറുന്നേ. പാദനികേതം ഞാൻ പോകി വിട്ടിടാൻ ഞാൻ റൂഹായേ മുറിയൂറാക്കിൻ വിലയിലുവതാരേ. ദൈവം അംഗീകരിച്ച ഈ കർമ്മത്തിന് സാക്ഷികളാകുവാൻ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ പ്രയത്നത്തിന് 30, 60, 100 മടങ്ങ് അവൻ പ്രതിഫലം നൽകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീഹ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ബലഹീനന്മാരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളും എന്നേക്കും വർഷിക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, അനന്തമായ വിരുന്നിനും അനശ്വരമായ മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട അതിഥികളോടൊപ്പം നിന്റെ ശാശ്വത സന്തോഷത്തിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരോടുകൂടിയും അവരുടെ ഇടയിലും ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. മോറൻ വാലോഹാൽവൽമേ. ആദിമനീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം തൻ
ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. ആദം ഹൗവ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. അബ്രാഹം സാറായി ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. ഇസ്ഹാക്ക് റബ്ക ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. യാക്കോബ് റാഹേ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. ബാരിക്കുമോ ബോല ബറോവൽ റൂഹോ കാദീശോ മൂലം വാതാവിൽ മൂലം ഉൾമീനാമേ. മിസ്രൈമിൽ യൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. മുറിയൂറാക്കി മേലയിലുവന്നാരേ. ബാറയ്ക്കുമോൻ കർത്താവെ, പരസ്പരം സംയോജിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ സമൃദ്ധി കൊണ്ട് ശ്രേഷ്ഠരാക്കുകയും ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. നിൻ ശക്തിയിൽ അരച്ചൻ മോദിക്കും നാഥാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ രക്ഷയിൽ അവനേറ്റം തോഷിക്കും. അവനോ നിന്നോട് ജീവനിരന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദീർഘായുസ്സു നീ അവനേകി. ബാരിക്കുമോ മനമൂലം വാതാവിൽ മോല ഉൾമീനാവേ. തിരുസഭയെ സ്വർഗത്തിൽ മണവരവിൻ കാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തം തോൽമേലുയരത്തിൽ നിന്നെ ഏറ്റി ശക്തഗണങ്ങൾ ദൂതരിവർക്കെല്ലാം മേലാക്കി. സ്തവൻ കാലോ ദൈവമായ കർത്താവേ, സകല സ്വർഗീയ സൈന്യങ്ങളും ഭക്തിയാദന പുരസരം നിന്നെ മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമേന്മാരുടെ ഗണങ്ങൾ നിന്റെ പ്രാഭവത്തിൽ ഭയചകിതരാകുകയും ചെയ്യുന്നു. കർത്താവേ, അവർണ്യമായ നിന്റെ കരുണയുടെയും നിസീമമായ
നിന്റെ ദയയുടെയും സമൃദ്ധിയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ നീ സന്തോഷിക്കുന്നു. ബലഹീനരും മൺമയരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടവെന്ന് നിന്നോട് യാചിക്കണമെന്ന് നീ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കൃപാദാനങ്ങൾ നീ ഉത്സുകനാകുന്നു. ശിക്ഷാർഹരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, ദേശാടനം ചെയ്യുന്നവരെയും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി കഴിയുന്ന സ്ഥിരവാസികളെയും, പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദയയുടെ തണലിലും സങ്കേതം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ പ്രവൃത്തികളിലും നല്ലവരായി തീരുവാൻ ഇവരെ നീ സഹായിക്കണമേ. ഇവരുടെ പ്രയാണം നിന്റെ സത്യത്തിൽ കൂടെയാകുവാൻ നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ നയിക്കണമേ. സ്വർഗരാജ്യത്തിലെത്തിക്കുന്ന നേർപ്പാതിയിൽ സഞ്ചരിക്കുവാൻ ഇവർക്ക് നീ കൃപ നൽകണമേ. ഇവർ ആധ്യാത്മിക നൽവരങ്ങളിൽ തൽപരരും പാപമാകുന്ന മരണത്തിൽ നിന്നകുന്നവരുമായിരിക്കുവാനിടയാകണമേ. ഇവർ ഒരുമിച്ച് ശപിക്കപ്പെട്ട സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടിയകന്ന് നിന്റെ പരിശുദ്ധിയെ സമീപിക്കുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ ഐക്യപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. മറിക്കുമോർ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ശ്രീമോൻ രാജൻ വിമല സഭേ നിന്നെ ശ്ലാഘിപ്പൂ. സുന്ദരികളിലത് സുന്ദരി ജാതികളിൻ സുതേ. നിന്ദാതരങ്ങൾ മധുവർഷിക്കുന്നു. വസനസുഗന്ധം പനിനീർ കുസുമസമം. സഭയെ അഖില മനോജ്ഞേതി മലിനത തീണ്ടാത്തോ. ശ്രീവായി വന്ദിപ്പതിനാ രാജാവാം മിശിഹാ. ഹല്ലേലൂയ, പാലിക്കും നിന്നെ പാലിക്കുമോ. സുബഹോലാ ബോല ബുറോവൽ റൂഹോ കാദീശോ. മിനുപോലും വാതാവിൻ പോലും വീണമേ. സഭയോടും നിന്നെ മുതു കോട്ടകൾ ചുറ്റുന്നു. വഞ്ചകരാം ദുഷ്ടാത്മാവിൻ ഉള്ളിൽ പൂകിടാൻ സാധ്യമതല്ല ബന്ധിതമവമൂന്നും. അവർ തന്നിടയിൽ ലേശം പഴുതില്ല. താതസുതാരുക്കുദിശായ തൃത്വമഭേദ്യം താൻ. മഹിമേഴും അത് തുല്യം ഞാൻ നിൽപ്പൂ അവൻ മധ്യേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറിക്കുമോ മുറിയൂറാക്കിയ നിലയിലുവതാറി. കാനായിലെ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട് വെള്ളത്തെ വേൽത്തരമേഞ്ഞാക്കി മാറ്റിയ മനുഷ്യസ്നേഹിയും നീതിയുടെയും സത്യത്തിൻ്റെയും മണവാളനുമായ കർത്താവേ, ഈ സുഗന്ധധൂപം കരുണാപൂർവ്വം സ്വീകരിച്ച് നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന ഈ ദാസരെ നീ അനുഗ്രഹിക്കണമേ. കരുണാപൂർണമായ നിന്റെ വലത്തുകരം ഇവരെല്ലാം ആവസിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരും നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കാരുണ്യം ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും പാറയ്ക്കുമോ. സ്നേഹാടുള്ള സ്തുതി അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലെന്നേക്കുണ്ടായിരിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. മിശിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹ തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്.
മിശിഹ തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിച്ചതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റ് കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യയെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹ സഭയെ എന്ന പോലെ അവനതെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെയും അവൻ്റെ സഭയെയും കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ബാറയ്ക്കുമോ നിൻ ശക്തിയിലരച്ച് മോദിക്കുന്ന നിൻ രക്ഷയിലവരേറ്റം തോഷിക്കും. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. വറയ്ക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വന്നവനും വരുവാനിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായവനെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ഇഹലോകവാസകാലത്ത് ഇപ്രകാരം പഠിപ്പിച്ചു. അങ്ങനെ വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു. ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു ഗലീലിയെ വിട്ട് ജോർദാനക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവിടെ വെച്ചവൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പരീശന്മാർ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇവർ രണ്ടുപേരുടെയും ജീവിതത്തിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വചനമാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനവും വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷവുമാണ് നാം വായിച്ചു കേട്ടത്. രണ്ട് ഭാഗങ്ങളിൽ നാം വായിച്ചു കേട്ടു, ഇനി ഇവർ രണ്ടല്ല ഒന്നാകുന്നുവെന്ന്. പൗലോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് ഒരു കാര്യം കൂടി പറയും, ഇനി ഇവർ രണ്ടല്ല ഒന്നാകുന്നു, അതൊരു വലിയ രഹസ്യമാകുന്നുവെന്ന്. രണ്ടായി ദേവാലയത്തിലേക്ക് വന്നവർ ഒന്നായി ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്ന രഹസ്യമായി, മിസ്റ്ററിയായി പൗലോസ് ശ്ലീഹ കുടുംബജീവിതത്തെ വ്യാഖ്യാനിക്കുന്നു.
നമുക്കറിയാം പുതിയ നിയമം എഴുതപ്പെടുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. ഗ്രീക്കിൽ മിസ്റ്റേരിയോൺ എന്നൊരു പദമാണ്, മിസ്റ്ററി എന്ന പദമാണ് പൗലോസ് ശ്ലീഹ ഉപയോഗിക്കുന്നത്. പൗലോസിൻ്റെ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ നമുക്കറിയാം പൗലോസ് 2 സ്ഥലത്ത് ഇതേ പദം ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കും, മിസ്റ്റേരിയോൺ. ഇത് 2 കൂദാശകളെ വ്യാഖ്യാനിക്കാനാണ്. ഒന്ന് വിവാഹമെന്ന കൂദാശയെ വ്യാഖ്യാനിക്കാനും 2 വിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തെ വ്യാഖ്യാനിക്കാനും പൗലോസ് ഇതേ പദം ഉപയോഗിക്കും. ഇത് മിസ്റ്ററിയാണ്, രഹസ്യമാണ്, വാക്കുകൾ കൊണ്ട് നിർവചിക്കാനാവാത്ത രഹസ്യമാണ്. അപ്പോൾ കുർബാനയെ വ്യാഖ്യാനിക്കാൻ ഉപയോഗിക്കുന്ന അതേ പദം, അതേ അർത്ഥത്തിൽ പൗലോസ് ശ്ലീഹ കുടുംബജീവിതത്തെ, വിവാഹ ജീവിതത്തെ വ്യാഖ്യാനിക്കാൻ ഉപയോഗിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? നമ്മൾ ഏറ്റവും ഭക്തിയോടെ നിൽക്കേണ്ട ഇടമാണ് വിശുദ്ധ കുർബാനയുടെ സ്ഥലം എന്ന് പറയും. ഒരാൾ എത്രമാത്രം ഭക്തിയോടുകൂടിയാണ്, നിർമ്മലതയോടുകൂടിയാണ് ഈശോയുടെ തിരുശരീരം തൻ്റെ നാവിൻ തുമ്പിലേക്ക് സ്വീകരിക്കുന്നത്. വളരെ കൂപ്പുകരങ്ങളോടെ, വളരെ നിർമ്മലതയോടെ ഒരാൾ പ്രവേശിക്കേണ്ട ജീവിതമാണ്, ഒരാൾ സ്വീകരിക്കേണ്ട കൂദാശയാണ് വിവാഹ കൂദാശ എന്നറിയുക. അത് വളരെ രഹസ്യമാണ്, മിസ്റ്ററിയാണ്. അതുകൊണ്ട് കൂപ്പുകരങ്ങളോടെ, പ്രാർത്ഥനയോടെ ഈ കൂദാശകളെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുക. യഹോവയായ ദൈവം ആദ്യം അഭിപ്രായം പറയുന്നത് അവിടെയാണ്. നമ്മളിങ്ങനെ അവിടെ വായിക്കും, ആദത്തെ പറ്റിയാണ് പറയുന്നത്. അവൻ ഏകനായിരിക്കുന്നത്, പുരുഷൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേരുന്ന ഇണയെ ഞാൻ നൽകുമെന്ന്. അവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേരുന്ന ഇണയെ ഞാൻ നൽകും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 19 മുതലുള്ള വചനങ്ങൾ നാം ഇങ്ങനെ വായിക്കും. ആദം ഇണയില്ലാതെ വിഷമിച്ചു നിൽക്കുന്നു. ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ആദത്തിന്റെ മുമ്പിൽ കൊണ്ട് യഹോവയായ ദൈവം നിർത്തിക്കൊടുക്കുന്നു. അവൻ വിളിച്ചതൊക്കെ അവയ്ക്ക് പേരായി മാറുന്നു. തുടർന്ന് നാം ഇങ്ങനെ വായിക്കും, എന്നാൽ തനിക്കിണങ്ങിയ തുണയെ ഇതിലൊന്നും കണ്ടെത്താൻ ആദത്തിന് കഴിയുന്നില്ല എന്ന്. ഈ ലോകത്തിലുള്ള ഒരു ജീവജാലങ്ങളിലും തനിക്കിണങ്ങിയ തുണയെ കണ്ടെത്താൻ ആദത്തിന് കഴിയാതെ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവം അവന് ചേരുന്ന ഇണയെ നൽകുന്നുവെന്ന് വചനത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിന്റെ സവിശേഷമായ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടാണ് നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മുടെ വിവാഹ ജീവിതത്തെ നമ്മൾ ഇങ്ങനെ വ്യാഖ്യാനിക്കും. വിവാഹം എന്നത് 2 പേരുടെ ഒന്നുചേരലല്ല, മറിച്ച് 3 പേരുടെ ഒന്നുചേരലാണ്. വിവാഹം എന്നത് വരന്റെയും വധുവിന്റെയും ഒന്നുചേരലല്ല, മറിച്ച് വരന്റെയും വധുവിന്റെയും ദൈവത്തിന്റെയും ഒന്നുചേരലാണ്. 2ആയി ദേവാലയത്തിലേക്ക് വന്നവർ 1ആയി ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ദൈവം നിങ്ങളുടെ മധ്യത്തിലുണ്ട്. ദൈവത്തെ നിങ്ങൾക്ക് കൈമോശം വന്ന് പോകാതിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കരം പിടിച്ച് യാത്ര ചെയ്യുക. അസാധാരണമായ കരുത്ത് നിങ്ങൾക്ക് തരുന്നവനാണ് ദൈവം. ഞാൻ കുറേ കാലം മുമ്പ് ഒരു ചെറുപ്പക്കാരനെ കാണാൻ പോയി. മെഡിക്കൽ സയൻസ് ഏതാണ്ട് ഉപേക്ഷിച്ചൊരു ചെറുപ്പക്കാരനാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അവന് 10-11 വർഷത്തോളമായി. ഇപ്പോൾ 10 വർഷം മുമ്പ് അവൻ ബസ്സിൽ കയറുന്ന വഴിക്ക്, ബസ്സിൻ്റെ മുൻപിലത്തെ ഫുട്ബോർഡ് വഴി ബസ്സിലേക്ക് കയറുന്ന വഴിക്ക് ബസ്സിൽ നിന്ന് തെറിച്ച് താഴേക്ക് വീണ് ബസ്സിൻ്റെ പുറകിലത്തെ ടയർ അവൻ്റെ അരയ്ക്ക് താഴെ കൂടെ കയറി ഇറങ്ങിപ്പോയി. അരയ്ക്ക് താഴെ തളർന്നു പോയൊരു ചെറുപ്പക്കാരൻ. മെഡിക്കൽ സയൻസ് വിധി എഴുതി 3 വർഷത്തിലധികം നീ ജീവിച്ചിരിക്കത്തില്ല. പക്ഷെ 10 വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ മീതെ പുഞ്ചിരിയോടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരൻ. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കാണാൻ നമുക്ക് കിടക്കുന്ന സ്ഥലത്ത് ഒരു കയറ് കെട്ടിയിട്ടിട്ടുണ്ട്. കയറിൽ തൂങ്ങിയാണ് അവൻ വശങ്ങളിലേക്ക് ചലിക്കുന്നത് പോലും. അവൻ പ്രാഥമിക കൃത്യങ്ങൾ അവൻ ചെയ്യുന്നത് പോലും ഒന്നുകിൽ അവൻ്റെ ജീവിത പങ്കാളിയുടെയോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെയോ സഹായം കൊണ്ടാണ്. പക്ഷേ ഈ അടുത്ത കാലത്തെങ്ങും ഇത്രയും പ്രകാശമുള്ളൊരു മുഖം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റുക? അവൻ എന്നോട് പറഞ്ഞ മറുപടി ഇതാണ്: ദൈവം തരുന്ന കരുത്തായത്. ദൈവം തരുന്ന കരുത്ത്, അസാധാരണമായ കരുത്ത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംവേദനം ചെയ്തു തരുന്നവനെ നാം വിളിക്കുന്ന പേരാണ് ഈശോ എന്നത്, ക്രിസ്തു എന്നത്, ദൈവം എന്നത്. ഇപ്പോൾ സ്നേഹമുള്ള മക്കളെ, നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തെ കൈമോശം വന്ന് പോകാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ, കുടുംബ പ്രാർത്ഥനകൾ, ദേവാലയത്തോടുള്ള ബന്ധം, വിശുദ്ധ കുർബാനയോടുള്ള ബന്ധം, ഇതൊന്നും ഒരിക്കലും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കുക എന്നുള്ള. ഒരാൾ മറ്റൊരാളുടെ കരം വിട്ട് ജീവൻ്റെ മറുതീരത്തിലേക്ക് നടന്നു പോകുന്നത് വരെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ബാക്കിയൊക്കെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തരുന്നു എന്നുള്ളതാണ്. ബാക്കിയെല്ലാം, എന്തും, സമ്പത്തുൾപ്പെടെ എന്തും, നിങ്ങളുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടതെന്തും, ബാക്കിയെല്ലാം ദൈവം സ്വർഗം തുറന്ന് സമർത്ഥമായ നിന്റെ ജീവിതത്തിൽ നൽകുമെന്നുള്ള ലിയോ ടോൾസ്റ്റോയ് എഴുതിയ മനോഹരമായൊരു കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഒരു കടൽ ആഴക്കടൽ, ഒരു കപ്പൽ ആഴക്കടലിലൂടെ യാത്ര ചെയ്യുകയാണ്.
ഇങ്ങനെ കപ്പൽ ആഴക്കടലിലൂടെ പോകുമ്പോൾ വീശിയടിച്ച കൊടുങ്കാറ്റിൽ ഈ കപ്പലിൻ്റെ മുകളിൽ തട്ടിൽ കെട്ടിയിരുന്ന രാഷ്ട്രത്തിൻ്റെ പതാക അഴിഞ്ഞ് നിലത്ത് വീണു. നമുക്കറിയാം, ഒരു കപ്പൽ ഏത് രാജ്യത്തെ സൂചിപ്പിക്കുന്നു ആ രാജ്യത്തിൻ്റെ പതാക കപ്പലിൻ്റെ മുകളിൽ കെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ ഈ പതാക അഴിഞ്ഞ് നിലത്ത് വീണു. കപ്പിത്താൻ്റെ മകൻ ഒരു പൂച്ചക്കുട്ടി വലിഞ്ഞു കയറുന്നത് പോലാണ് വലിഞ്ഞു കയറി ഇത് മുകളിൽ കെട്ടുന്നത്, കപ്പലിൻ്റെ മുകളിൽ കെട്ടി. എന്നിട്ട് അവൻ താഴേക്ക് ഇറങ്ങി വരാൻ ശ്രമിക്കുകയാണ്. അവൻ മുകളിലിരുന്നു കൊണ്ട്, കപ്പലിൻ്റെ മുകളിൽ തട്ടിലിരുന്നു കൊണ്ട് അവൻ താഴേക്ക് നോക്കി. അവൻ താഴോട്ട് നോക്കുമ്പോൾ അവൻ കാണുന്നത് തന്നെ ഭീതിയോടുകൂടി നോക്കുന്ന നാവികരെയും ഇളകിയാടുന്ന കപ്പലിനെയും അലറിമറിയുന്ന തിരമാലകളെയൊക്കെയാണ്. അപ്പോൾ ഈ കൊച്ചുകുഞ്ഞ് മുകളിലിരുന്നു കൊണ്ട് അപ്പനോട് വിളിച്ച് പറഞ്ഞു, അപ്പാ, എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു, എനിക്ക് താഴോട്ടിറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു. അപ്പോൾ ചുറ്റും നിന്ന് നാവികർ വിളിച്ച് പറഞ്ഞു, മോനെ, നീ ധൈര്യപൂർവ്വം താഴേക്ക് ഇറങ്ങുക, നീ താഴേക്ക് ഇറങ്ങുന്ന വഴിക്ക് നിനക്ക് കാലിടറി പോകുന്നുവെങ്കിൽ നിന്നെ ഞങ്ങൾ പിടിച്ചോളാം, നീ ധൈര്യപൂർവ്വം താഴേക്ക് ഇറങ്ങുക. അവൻ വീണ്ടും ശ്രമിച്ചു, പക്ഷെ അവന് പറ്റുന്നില്ല. അവന് ഒരു അടി പോലും താഴേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല. അവൻ താഴോട്ട് നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെ കപ്പൽ ഇളകിയാടുന്നതൊക്കെയാണ്. അവൻ പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അല്പം പോലും താഴേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ കപ്പിത്താൻ ചെയ്യുന്നത്, അവൻ്റെ അപ്പൻ ചെയ്യുന്നതാണ്. കപ്പിത്താൻ മുട്ടിന്മേൽ നിന്ന് നീലാകാശത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ നീലാകാശത്തിലേക്ക് നോക്കി. എന്നിട്ട് അവൻ തൻ്റെ മകനോട് വിളിച്ചു പറഞ്ഞു, മോനെ, നീ താഴോട്ടിറങ്ങുമ്പോൾ നീ താഴോട്ട് നോക്കാതിരിക്കുക, നീ മുകളിലേക്ക് നോക്കുക. അവൻ മുകളിലേക്ക് നോക്കുമ്പോൾ അവൻ കാണുന്നത് ഒരു തടാകം പോലെ ശാന്തമായിരിക്കുന്ന നീലാകാശമാണ്. ലിയോ ടോൾസ്റ്റോയ് കഥ പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കുന്നു, ഈ കൊച്ചുകുഞ്ഞ് മുകളിലേക്ക് നോക്കി ദൈവത്തിൻ്റെ നീലാകാശത്തിലേക്ക് നോക്കി താഴേക്കിറങ്ങിയെന്ന്. ഇപ്പം സ്നേഹമുള്ളവർ, ഈ കൊച്ചു കഥ പറഞ്ഞ് പഠിപ്പിക്കുന്ന പാഠം നമുക്കെല്ലാവർക്കും അറിയാം. മുകളിലേക്ക് നോക്കി നടക്കുക എന്നുള്ളത്, ദൈവത്തിലേക്ക് നോക്കി നടക്കുക എന്നുള്ളതാണ്. ഒരാൾ താഴേക്ക് നോക്കാതിരിക്കുക, വശങ്ങളിലേക്ക് പോലും നോക്കാതിരിക്കുക. ലോകത്തിലേക്കും സ്വന്തം കഴിവിലേക്കും സ്വന്തം ബുദ്ധിയിലേക്കും ലോകം വെച്ച് നീട്ടുന്ന കഴിവിലേക്കും ഒരു മനുഷ്യൻ നോക്കുന്നിടത്താണ് ഒരു മനുഷ്യൻ്റെ ജീവിതം പതറിപ്പോകുന്നത്. ദൈവത്തിലേക്ക് നോക്കി നടക്കുക, ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കുക. സ്നേഹമുള്ള മക്കളെ, ഇവിടെ ആയിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കാനുള്ളത് അതാണ്. ദൈവത്തെ നഷ്ടപ്പെട്ടു പോകാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. ജീവിതത്തിൽ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ, നന്മകളുണ്ടാകട്ടെ, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ വൈദികരുടെയും ഇവിടെ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും പേരിലുള്ള സ്നേഹം നിറഞ്ഞ പ്രാർത്ഥനകളും ആശംസകളും നിങ്ങളെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നിർമ്മലയാം സഭ കണ്ടപ്പോ അമ്പിളി തുല്യം ക്രമമായി നിന്നെ അഖിലാധിപന പ്രാഗൽഭ്യത്തെ വിധി പോൽ ഘോഷിച്ചു. ഈ കിരീടങ്ങളും ഇവ വഹിക്കപ്പെടുന്ന ശിരസ്സുകളും എന്നേക്കുമായി ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാളനയാചാര്യൻ അണിയിക്കും മകുടം രമ്യം. വൈദിക ഇമ്പം നൽകോ നാഥ, മുടിയാൻ മണവാളനും മണവറയാൻ മണവാട്ടിക്കും.
ബരീശേ കർത്തൻ കയ്യാലിറങ്ങി മണവാളനയാചാര്യൻ അണിയിക്കും മകുടം രമ്യം നിത്യവിരുന്നിൻ അതിപാ സത്യമണാള വരുന്നീ നിന്നോടൊപ്പം ഞങ്ങൾ മോദിച്ചിടും സദനം. കർത്താവ് നിന്നെ നീതിയുടെ കിരീടമണിയിക്കുകയും അനശ്വരതയുടെ അലങ്കാരങ്ങളാൽ വിഭൂഷിതനാക്കുകയും ശത്രുവിന്റെ സർവശക്തിക്കുമെതിരായി അജയ്യമായ ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വാനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം രമ്യം വൈദിക ഇമ്പം നൽകൂ നാഥ മുടിയ മണവാളനും മണവറയാൻ മണവാട്ടിക്കും കർത്തൻ കയ്യാലിറങ്ങി മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം രമ്യം മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോ രൂപമം മണവാട്ടിയുടെ മകുടം സതിമാർ മുടിയോ രൂപമം.
നീതിയുടെ കിരീടവും അനശ്വരതയുടെ മോഹനീയ അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിച്ചുകൊണ്ട് ആയുഷ്കാലമെല്ലാം സന്തോഷിക്കുവാൻ നിനക്ക് സംഗതിയാകട്ടെ. ശ്രീബായുടെ ഈ ചിഹ്നം ആശീർവദിക്കപ്പെടുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബെസ്മോദാബോ. ഉദാബറോ. ബദ്രുഹായോ കാദീശോ ദ്രഹായേ ദലവോലം വൽമീ. ശുഭചിഹ്നം താൻ സ്ലീബാ വിജയ കൊടി താൻ സ്ലീബാ നമ്മെ രക്ഷിച്ചിടും സ്ലീബായിൽ പുകഴും ശുഭചിഹ്നം താൻ ശ്രീബാ വിജയ കൊടി താൻ ശ്രീബാ നമ്മെ രക്ഷിച്ചിടും ശ്രീബായിൽ പുകഴും മനുഷ്യ ജീവിതത്തിൽ ഇഷ്ടം തോന്നുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തുഷ്ടനായി നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ തന്റെ യഥാർത്ഥ മണവാളത്തെത്താൻ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മിശിഹ തന്റെ സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്ക് അന്യോന്യം സന്തോഷിക്കുവാനിടയാകട്ടെ. കരുണയുള്ള തന്റെ വലത്ത് കൈ നിങ്ങളുടെ മേൽ ആവശ്യപ്പിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാനദൂതൻ നിങ്ങളോടുകൂടിയായിരുന്ന് ആകൽക്കറുസാടെ ചതിയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാരകമായ സൂയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവീനെന്ന് നോഹയോടും മക്കളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ്വ് നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് യാക്കോബ് തന്റെ പുത്രനായ ജോസഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യാൻ സീനായ മലമേലിറങ്ങിയ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിക്കാം. ഏദൻ തോട്ടവിതാവേ നീയാണെൻ യുവമണവാളൻ സുഖകരമാം നിന്നുദ്യാന കുളിതണ്ടൽ വീശിക്കന്നേ. നാദാ ഞാൻ നിൻ മണവാട്ടി
മാനവകാശതനം പീഡകളാൽ മുക്തിയുമേകി സ്വർഗീയൻ മണവറ തീർത്തു നിന്റെ താവാൻ ക്ഷണമേകി നാളും മാസവുമാണ്ടും ഞാൻ പാപപ്പാടിരുളിൽ പോക്കി നിൻ ജീവധ്വനി കേട്ടപ്പോ കണ്ണു തെളിഞ്ഞാനന്ദിച്ചേ മുറിയോരാകെ മേലൈനു വാതാരേ നാഥാ നിന്നുടെ ആർദ്രതയേറും വാതിൽ തുറന്നേ യാചന കേട്ടി ആത്മാക്കൾ മേ കൃപ ചൊരിയേണമേ ദമ്പതികളെയും ശിരസിൽ ചൂടിയിടും മകുടങ്ങളെയും വാഴ്ത്തിയിടും വലതുകരം നീട്ടി ദമ്പതികൾ തൻ നാമം ചൊല്ലി ആശിസേകണം തേജോലോകത്തിവരുടെ കാലം വാഴ്വാൻ നീടേണം വാഴ്ത്തണമേ ജനനി ബഹത്തെ എന്നേക്കും നാഥാദാസ കിന്നരമേന്തി സ്തുതി പാടിടാനായി ഇവരുടെ വദനമുതിർക്കും കാലം വാഴ്ത്തിയിടണമേ നീ സർവം ശ്രദ്ധിച്ച അഭ്യർത്ഥനയെ കൈക്കൊള്ളുന്നോനേ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിൽ നീ കൃപയുണ്ടാകേണം പ്രിയ സഹോദരങ്ങളെ, നാം ഇവരും ദൈവഭവനത്തിൽ സന്നിധിയിലായിരിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ ഗുണദോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തിയിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ബലിപീഠത്തിൻ്റെയും ശ്ലീബായുടെയും വിശുദ്ധ എവങ്കേലിയോൻ്റെയും ഈ സമൂഹത്തിൻ്റെയും മുമ്പാകെയാകുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും മനോഗതങ്ങൾ അറിയാത്തവൻ്റെയല്ല അറിയുന്നവൻ്റെ സന്നിധിയിലത്രേ നിങ്ങൾ നിൽക്കുന്നത്. ഇതാ, ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം ഭരമേൽപ്പിക്കുന്നു. എനിക്ക് നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാനത് കുറ്റമില്ലാത്തവനായിരിക്കും. പട്ടക്കാലിലെ ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടതിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും സമർത്ഥമായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയും ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പന ആചരിച്ച സകല പരിശുദ്ധമാരുടെയും പ്രാർത്ഥന മുഖാന്തരം യേശു മിശിഹായുടെ വലതുകൈ നാം എല്ലാവരും എപ്പോഴും വസിക്കുവാൻ ഇടയാകട്ടെ. ആമീൻ. പ്രിയ വിശ്വാസികളെ, ഈ അനുശാസനങ്ങൾ നിങ്ങളെല്ലാവരോടും ഉള്ളതാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ അവൾ സ്വജനങ്ങളെ വിട്ട് ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തി അവളുടെ ദയാപൂർവ്വം വർത്തിക്കണം. സ്വപ്രാണനെ പോലെ അവൻ അവളോട് വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ കൊടുക്കണം. അവളും അവനെ യഥോചിതം പരിചരിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. സകലത്തിലും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടെ അവൾ അവൻ്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. സ്നേഹമുള്ളവരെയും നമ്മുടെ പ്രിയപ്പെട്ട ജസ്റ്റിനും ജബിയും ഇന്ന് ദൈവസന്നിധിയിൽ ആരംഭിച്ചിരിക്കുന്ന ഈ കുടുംബ ബന്ധം ഏറ്റവും അനുഗ്രഹീതവും ഐശ്വര്യസമൃദ്ധവുമായി തീരട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആശംസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾക്ക്
അനുഗ്രഹിക്കപ്പെട്ട നല്ല കാലങ്ങൾ നൽകി നിങ്ങൾ സമൂഹത്തിലും കുടുംബത്തിലും സഭയ്ക്കും സമൂഹത്തിനും എന്നും കത്തിജ്വലിക്കുന്ന ദീപമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്നേഹപൂർവ്വം ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നു. ദൂരെ നിന്നും അടുത്തു നിന്നും ഈ നമ്മുടെ പ്രിയപ്പെട്ട ജസ്റ്റിനെയും ജബിയെയും ആശീർവദിക്കുവാനും അനുഗ്രഹിക്കുവാനുമായി കടന്നു വന്നിട്ടുള്ള പ്രത്യേകിച്ചും തിരുവനന്തപുരം മേജർ അതിരൂപത, പത്തനംതിട്ട രൂപത, മാവേലിക്കര രൂപത, മൂവാറ്റുപുഴ രൂപത, അതുപോലെ തന്നെ പൂനെയിൽ നിന്ന്, അതുപോലെ തിരുവല്ല അതിരൂപത തുടങ്ങിയ രൂപതകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ അഭിമന്യരായ വൈദികർക്കും ഈ കുടുംബങ്ങളുടെ നാമത്തിലുള്ള സ്നേഹവും നന്ദിയും ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതിലുപരിയായി ഈ വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹീതമായി നടത്തി തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ, ബഹുമാനപ്പെട്ട സുനീഷ് ചെറിയലച്ഛനോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ കുടുംബത്തിൻ്റെ നാമത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നിങ്ങൾ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ പ്രത്യേകമായ നന്ദി, പ്രത്യേകിച്ച് ഈ രണ്ട് മക്കളുടെ പ്രത്യേകമായ നന്ദി ഞാൻ ഔദ്യോഗികമായിട്ട് ഈ അവസരത്തിൽ അറിയിക്കുന്നു. ആശീർവാദം സ്വീകരിക്കും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീകമായ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി സംബന്ധിച്ചവരായ നിങ്ങൾ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരവരുടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണവുമേ, എന്നേക്കും നിനക്ക് സ്തുതി. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു. തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു. തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. ഉണരും പുതുമണം കലരും മധുകണം. ഉണരും പുതുമണം കലരും മധുകണം. ഒരു കൊലുസിൻ ചിരിമണികൾ അനുപമ ബദലാസ്യമേളമായി ഉണരുമീ വേളയിൽ. ഉണരും പുതുമണം കലരും മധുകണം. ഉണരും പുതുമണം കലരും മധുകണം.
കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രം പോലെയാണ്. അവ കൊണ്ട് ആവുന്നാഴി നടക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തിൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല. ദൈവമേ സ്തുതി. വാഴ്ത്തുക എന്നെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മേ ഹോവേ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കാതെ. ഹല്ലേലൂയ. ദൈവത്തിനൊപ്പം കർത്താവേ ഈ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ 2 ഭവനങ്ങളിൽ ആയിരുന്ന പ്രിയപ്പെട്ട മക്കള് എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവരൊന്നായി നല്ലൊരു കുടുംബജീവിതം നയിപ്പാൻ കർത്താവെ ഇത്രത്തോളം എൻ്റെ യഹോവ സഹായിച്ചു. ശിഷ്ടമുള്ള സമയം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ അവരുടെ വിവാഹ കൂദാശ കഴിഞ്ഞ് കർത്താവെ വീണ്ടും അവരുടെ ഭവനങ്ങളിലേക്ക് കർത്താവെ നിന്റെ കുഞ്ഞുങ്ങളുമായി കടന്നു പോകുമ്പോൾ ദൈവ സാന്നിധ്യം കൂടെ പോകുമാറാകണം. അന്തരീക്ഷത്തെ തിരുമേനി അനുകൂലമാക്കി തന്നിരുന്ന സകല വൻകൃപകൾക്കായിട്ട് നന്ദി പറയട്ടെ. അപ്പാ യഹോവയുടെ സാന്നിധ്യം എപ്പോഴും നിന്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും സമ്പൂർണ്ണമായി തിരുമേനിയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. അവർ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ മടങ്ങി വരുമ്പോഴൊക്കെ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും കൂടെ പോരുമാറാകണം. അങ്ങ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നിന്റെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിൽ നയിപ്പാൻ തക്കവണ്ണ കർത്താവേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കുഞ്ഞുങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എളിയവർ നിലവിളിച്ചോ എന്റെ കർത്താവ് കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിന്റെ മക്കളെ സമർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുമിച്ച് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഇപ്പോൾ കടന്നു പോകട്ടെ. പാപിരിയ ബന്ധുവായി പ്രിയൻ കൂടെ ഇട്ട് സഹായിക്കണം. കർത്താവ് സകലതും അറിഞ്ഞിരിക്കുന്നുണ്ട്. സ്തോത്രം. ഓരോ ഹൃദയങ്ങളെയും അറിയുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. സകല ബുദ്ധിയെയും കവിഞ്ഞ ദൈവത്തിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണം. മാനവും മഹത്വം തിരുമേനെടുക്കണമല്ല യേശുവിൻ നാമത്തിൽ തന്നെ. സ്വർഗസ്നായ ശക്തി